എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മുസ്ലിം സഹോദരങ്ങൾക്കും ഹിന്ദു സഹോദരങ്ങൾക്കും ക്രിസ്ത്യൻ സഹോദരങ്ങൾക്കും എല്ലാവർക്കും നമസ്കാരം. ഞാനൊരു ദൂതനാണ്. ഓക്കെ, ഒളിഞ്ഞിരിക്കുന്ന സത്യങ്ങളെല്ലാം നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ വന്ന ഒരു ദൂതൻ. ഞാനൊരു യൂട്യൂബറല്ല. എനിക്ക് ഇതുമായിട്ടൊരു ബന്ധവുമില്ല. വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യലും ഫോട്ടോ എടുത്ത് പോസ്റ്റ് ചെയ്യലും അതുമായിട്ട് എനിക്കൊരു ബന്ധമില്ല. ഞാൻ എൻ്റെ ഫേസ്ബുക്ക് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്കറിയാൻ പറ്റും, ഞാൻ ഇന്നുവരേക്കും ഒരു വീഡിയോ പോലും പോസ്റ്റ് ചെയ്യാറില്ല. ഇത് പോസ്റ്റ് ചെയ്യാൻ കാരണമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. എന്ന് പറഞ്ഞാൽ ഒളിഞ്ഞിരിക്കുന്ന സത്യങ്ങൾ നിങ്ങളിലെത്തിക്കണം. ഇതാണ് എൻ്റെ ഉദ്ദേശം. വേറെ എനിക്ക് ഇതിനെ കൊണ്ടൊരു ദുരുദ്ദേശമൊന്നുമില്ല, ഒരു ദുരുദ്ദേശവുമില്ല. പിന്നെ ഇന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിച്ച ദിവസമാണ്, ജനിച്ച ദിവസമാണ്. ഈ പൂർവികരും ഹിന്ദുപരമായിട്ട് കൃഷ്ണനായാലും ജീസസ് ആയാലും ആരായാലും ഈ പൂർവികരെന്നെ കാണിച്ചു തന്നിട്ടുണ്ട്. അവർ മരിച്ച ദിവസം തന്നെയാണ് അവർ ജനിച്ചേക്കുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ എല്ലാവരും പടച്ചോൻ്റെ പണിക്കാരാണ്. പടച്ചോനെ വിളിക്കാതെ പണിക്കാരെ വിളിച്ചിട്ട് കാര്യമില്ല. ഈ നബിദിനം ഇപ്പോൾ രാഷ്ട്രീയമാണ് എന്ന് പറഞ്ഞാൽ അതും രാഷ്ട്രീയമായിരിക്കുന്നു. നബിദിനത്തിന് എന്താ ചെയ്യേണ്ടത്? സിമ്പിളായിട്ട് ചെയ്യേണ്ട കാര്യമുള്ളൂ. 3 യാസീൻ ഓതുക, കുറച്ച് ഭക്ഷണം വീട്ടിലുണ്ടാക്കുക, വീട്ടിലിട്ട് പാവങ്ങൾക്ക് അത് കൊടുക്കുക. അതിലും വലിയ നബിദിനം ഇല്ല. അതേപോലെ തന്നെ വലിയ കോടികളും ലക്ഷങ്ങളും മുടക്കി ഈ ഉത്സവം നടത്തണം. പടച്ചോൻ്റെ കാവൽക്കാരൻ്റെ അടുത്ത് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് നിങ്ങൾക്ക് ഉത്തരം കിട്ടണത്? പടച്ചോൻ്റെ അടുത്ത് ചോദിച്ചാലല്ലേ നിങ്ങൾക്ക് ഉത്തരം കിട്ടുള്ളൂ. അല്ല, പടച്ചോൻ്റെ കാവൽക്കാരൻ എന്ന് പറഞ്ഞാൽ ശിവൻ പടച്ചോൻ്റെ കാവൽക്കാരനാണ്. പിന്നെ ഈ ക്രിസ്ത്യൻസ് പറയുമ്പോൾ ഗബ്രിയേൽ, അത് പടച്ചോൻ്റെ കാവൽക്കാരൻ. പേര് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നുള്ളൂ. എന്താ കാരണം എന്ന് വെച്ചാൽ പൂർവികർ മറച്ചു വെച്ചതാണ് എന്ന് പറഞ്ഞാൽ. പിന്നെ ക്രിസ്ത്യൻസിന് എന്ന് പറഞ്ഞാൽ ആ ഗ്രന്ഥങ്ങളെല്ലാം ഇസ്രായേൽസ് കത്തിച്ച് എന്ന് പറഞ്ഞാൽ ഇത് സത്യം ജനങ്ങളിൽ എത്തരുത്. ഓക്കെ, ചെകുത്താൻ ആധിപത്യം വേണം അവർക്ക്. അതുകൊണ്ട് മാത്രമാണ് എല്ലാവരും അത് ഒളിച്ചു വെച്ച്. എന്ന് പറഞ്ഞാൽ ജീസസ് ഒന്നാണ്, ശിവൻ എന്ന് പറയുമ്പോൾ ഈ മുസ്ലിങ്ങൾ പറയും ജബ്രീൽ അലൈഹിസ്സലാം, ഹിന്ദുക്കൾ പറയുമ്പോൾ ശിവൻ, ക്രിസ്ത്യൻസ് പറയുമ്പോൾ ഗബ്രിയേൽ, മറ്റുള്ള 2 പേരും കൂടിയുണ്ട്. ഇവരെ ആരാധിച്ചിട്ട് നിങ്ങൾക്ക് ഇതിനുള്ള ഈ പൈസ ചിലവാക്കി അമ്പലം ഉത്സവം നടത്തി അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന് ഗുണം ചെയ്യൂല. എന്താ കാരണം എന്ന് വെച്ചാൽ പടച്ചവന് പൈസ വേണ്ട. ഓക്കെ, ഒന്നാമത്തെ കാര്യം നിങ്ങളത് മനസ്സിലാക്കുക. ഓക്കെ, നിങ്ങൾ ചെയ്യുന്ന നന്മയാണ് നിങ്ങളുടെ അത് പ്രോഫിറ്റ്. ആ നന്മ നിങ്ങൾ ഇത് ചെയ്യും. ഞാൻ എല്ലാവരെയും എൻ്റെ മതത്തിലേക്ക് വിളിക്കുന്നുമില്ല. നിങ്ങൾക്ക് എൻ്റെ നബി പറഞ്ഞേക്കണം എന്താണ്? അവർക്ക് ഇഷ്ടമുള്ള മതം അവരവർ സ്വീകരിക്കുക. എന്താണെന്ന് വെച്ചാൽ ഈ ക്രിസ്ത്യൻ പള്ളിയിൽ നടക്കണ എന്താണ്? വ്യാപാരമാണ്. എന്ന് പറഞ്ഞാൽ പള്ളിപ്പെരുന്നാളെന്നും പറഞ്ഞിട്ട് പാവങ്ങളെ നിന്ന് പിഴിഞ്ഞെടുത്തിട്ട് ലാസ്റ്റ് പിറ്റേ ദിവസം നോക്കുമ്പോഴത്തേക്കും പള്ളീൻ്റെ ആൾക്കാർ കാറ് വാങ്ങിച്ചിട്ടുണ്ടാവും, വീട് വാങ്ങിച്ചിട്ടുണ്ടാവും, എല്ലാം വാങ്ങിച്ചിട്ടുണ്ടാവും. പാവപ്പെട്ടവൻ എന്തുണ്ട്? ഒന്നുമില്ല. ഓക്കെ, അതേപോലെ തന്നെ അമ്പലത്തിൽ എന്താണ്? ഇതാണ് ഇന്ന സംഭവം. ഉത്സവത്തിൻ്റെ പേരിൽ ആൾക്കാരെ പിയ്യുക, എല്ലാം എടുക്കുക. ഇത് എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും എല്ലാം മതക്കച്ചവടമാണ് ചെയ്യണത്. സത്യം ആർക്കറിയില്ല. ആ സത്യം എന്താണെന്ന് നിങ്ങളിൽ എത്തിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. സത്യം എന്താണെന്ന് നിങ്ങൾക്കറിയണം. എന്ന് പറഞ്ഞാൽ നിങ്ങൾ പടച്ചോൻ്റെ വേലക്കാരൻ്റെ അടുത്ത് പോയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് അത് ശരിയാണത്? എന്ന് പറഞ്ഞാൽ പടച്ചവൻ്റെ അടുത്ത് തന്നെ ചോദിക്കണം. എന്നാലേ നിങ്ങൾക്ക് അതിൻ്റെ പ്രതിഫലം കിട്ടുള്ളൂ. അല്ലാതെ ഈ ശിവൻ പടച്ചോൻ്റെ കാവൽക്കാരനാണ്, ജീസസ് പടച്ചോൻ്റെ കാവൽക്കാരനാണ്, പിന്നെന്താണ് മുഹമ്മദ് നബി പടച്ചോൻ്റെ കാവൽക്കാരനാണ്. ആ മുഹമ്മദ് നബീൻ്റെ ഉമ്മത്താണ് ഞാൻ. എന്താ കാരണം? ഞാൻ ആദം അലൈഹിസ്സലാമിൻ്റെ പരമ്പരയിലുള്ള എന്താ കാരണം? ആദം നബി അലൈഹിസ്സലാമിൻ്റെ പരമ്പരയിലുള്ളവർക്ക് എല്ലാവർക്കും
തൊണ്ടയിൽ പോയിസൺ ഉണ്ട്. ആ പോയിസൺ എനിക്കില്ല. ഞാൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്താണ്. അപ്പോൾ ആ പോയിസൺ എനിക്കില്ല. അത് നിങ്ങൾക്ക് തെളിവാണ് ഞാൻ കാണിക്കുന്നത്. അല്ലാതെ വേറെ എനിക്ക് ഈ ഫേസ്ബുക്കിൽ കൂടെ ഉണ്ടാക്കണം, കാശുണ്ടാക്കണം, എനിക്കൊന്നും നിങ്ങൾ വേണ്ട, നിങ്ങൾ തരണ്ട. എനിക്കുള്ളതെല്ലാം പടച്ചോൻ തരും. പിന്നെ നിങ്ങൾക്ക് പിന്നെ വേറൊരു കാര്യം കൂടി ഇതിൽ കൂടി പറഞ്ഞുതരാം. ഈ ഭരണം നിങ്ങളാരും പ്രതീക്ഷിക്കാത്ത പ്രധാനമന്ത്രിയായിരിക്കും ഇന്ത്യയിൽ വരുന്നത്. പിന്നെ ഞാൻ ഇന്ത്യ ഒരു പൂങ്കാവനോ ആക്കാതെ ഞാൻ ഇവിടുന്ന് പോവുകയില്ല. ഓക്കെ, ഈ കാര്യങ്ങളെല്ലാം നിങ്ങളിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഈ സത്യം നിങ്ങളിൽ എത്തിക്കണം. ഈ സത്യം നിങ്ങൾ മറ്റുള്ളവരിലും എത്തിക്കണം. ഓക്കെ, താങ്ക് യു.